നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മയായ ഹാൻഡ് സ്കിൽ തൃശൂർ സംഘടിപ്പിച്ച മധുരം മനോഹരം ലൈവ് ആർട്ട് ഡ്രോയിംഗ് പരിപാടി വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലുള്ള സീ ഫുഡ് റെസ്റ്റോറന്റ് പരിസരത്ത് നടന്നു. സജിത രഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ മുസ്ഹബ് ഹിറ അധ്യക്ഷത വഹിച്ചു. ഹാൻഡ് സ്കിൽ തൃശൂർ ലീഡർ ഹാഷിഫ, ഇൻസാഫ് അഹമ്മദ്, കുന്നത്ത് മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കിഴുപ്പുള്ളിക്കര ആന്ത്രോപോവ് സോക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ അനുമോദിച്ചു. ആസോമിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത അർജുൻ മോഹൻ, JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ രാജേഷ് എന്നിവരെയാണ് ആദരിച്ചത്. മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി TV ദീപു അധ്യക്ഷത വഹിച്ചു. ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ DFA മുൻ പ്രസിഡന്റുമായ CP സാലിഹ് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ സീനത്ത് മുഹമ്മദ് അലി, സീന അനിൽകുമാർ, പഞ്ചായത്ത് അംഗം CL ജോയ്, OSA ട്രഷറർ PM ഹബീബുള്ള, PTA വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നളന്ദ കുടുംബശ്രീ അർജുൻ മോഹനന് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. സാലിഹ്, ഹബീബ്, അനുശ്രീ എന്നിവർ സംസാരിച്ചു. കാസ്ട്രോ, മുസമ്മിൽ, സൂരജ്, നീരജ്, ഫിദൽ, ഗോകുൽ, റൌഫ്, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് കാർഡ് അംഗത്വ പരിശോധനയും PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ ക്യാമ്പും നടത്തി. കരയമുട്ടം ജവാൻ കോർണറിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് അധ്യാപകൻ ഗണേഷ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വാസുദേവൻ തെക്കിനിയടുത്ത് അധ്യക്ഷത വഹിച്ചു. KV അരുണഗിരി, ധനീഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തളിക്കുളം കൈതയ്ക്കൽ വിശ്വവീര കളരിപ്പയറ്റ് അക്കാദമിയുടെ 2ാമത് വാർഷികവും കച്ചകെട്ടൽ ചടങ്ങും നടന്നു. അക്കാദമി സെക്രട്ടറി ധനേഷ് വാർഷിക പരിപാടിക്കും കച്ചകെട്ടൽ ചടങ്ങിനും നേതൃത്വം നൽകി. ചടങ്ങിന് ശേഷം കുട്ടികളുടെ കളരി അഭ്യാസ പ്രകടനവും നടന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഉറുമി ലോക റെക്കോർഡ്, അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ നേടിയ ആലപ്പുഴ ഹരികൃഷ്ണൻ ഗുരുക്കളിന്റെ ശിക്ഷണത്തിൽ ഏറെ പ്രശസ്തമാണ് വിശ്വവീര കളരിപ്പയറ്റ് അക്കാദമി. കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് വിശ്വവീര കളരിപ്പയറ്റ് അക്കാദമിയിലൂടെ കളരി അഭ്യസിക്കുന്നത്. വലപ്പാട് മണപ്പുറം റിതി ജ്വല്ലറിയിൽ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. റിതി ജ്വല്ലറിയുടെ ആനിവേഴ്സറിയുടെ ഭാഗമായി നടത്തിയ ലക്കി ഡ്രോയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. ഷോപ്പ് മാനേജർ മനോജ്, അസിസ്റ്റന്റ് ഹെഡ് അജിത് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനം ഗ്യാസ് സ്റ്റൗ, 3ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ എന്നിവയാണ് വിതരണം ചെയ്തത്. വലപ്പാട് ബീച്ച് ചാലുകുളം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷറഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾക്കായി വലപ്പാട് പോലീസ് സ്റ്റേഷൻ, നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. വലപ്പാട് CI സുശാന്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് എന്നിവർ ക്ലാസുകൾ നൽകി. ചാലുകുളം മഹല്ല് പ്രസിഡന്റ് RA ഫൈസൽ, സെക്രട്ടറി PV ഫൈസൽ, മെമ്പർ മുത്തലിഖ് KS, സദർ മുഅല്ലിം അബൂബക്കർ, മദനി, നിഷാദ് സഖാഫി, ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് സ്വാന്തനം മരണാനന്തര സഹായ സമിതിയുടെ 47ാമത് വാർഷിക പൊതുയോഗം ഗണേശമംഗലം വെസ്റ്റ് സ്വാന്തനം നഗറിൽ പ്രതാപൻ ചക്കാമടത്തിൽ അവരുടെ വസതിയിൽ വെച്ച് നടന്നു. സമിതി രക്ഷാധികാരി CK രാജൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ ശ്രീരാമ ആത്മീയ സമിതി ഡയറക്ടർ A സതീഷ് ചന്ദ്രൻ ആത്മീയ പ്രഭാഷണം നടത്തി. +2 CBSE പരീക്ഷയിൽ A1 നേടിയ സമിതി കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വലിയാക്കൽ ശങ്കരൻ സ്മാരക മൊമെന്റോയും ക്യാഷ് അവാർഡ് ജയരാജൻ വലിയാക്കൽ നൽകിയതോടൊപ്പം USS സ്കോളർഷിപ്പ് നേടിയ ഗൗരി രഞ്ജീഷിനും LSS സ്കോളർഷിപ്പ് നേടിയ ഗായത്രി രഞ്ജീഷിനും വലിയാക്കൽ ശങ്കരൻ സ്മാരക മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ഓഡിറ്റർ CP രാജേന്ദ്രകുമാർ മാസ്റ്റർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി KA രാഹുലൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ CC ദിവാകരൻ,
PS സുനിൽകുമാർ, ചഞ്ചല സുഗതൻ, CK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2024 പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് CV സുനിൽകുമാർ, സെക്രട്ടറി KA രാഹുലൻ, ട്രഷറർ CC ദിവാകരൻ, രക്ഷാധികാരികളായി CK രാജൻ, ജയരാജൻ വലിയാക്കൽ, NK കൃഷ്ണൻകുട്ടി, മോഹനൻ കരിപ്പാടത്ത് എന്നിവർ അടങ്ങുന്ന 21 അംഗ പ്രവർത്തക കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ തിരുനാൾ വർണ്ണാഭമായി. തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിൽസൺ പിഴിയത്ത് മുഖ്യ കാർമ്മികനായി. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ നിന്നും 7 മണിക്ക് സഹദ ആരംഭിച്ച് പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. തിരുനാളിന്റെ 8ാം മടത്തിൽ ഇടവകയിലെ 150 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം ദിദിമോസ് അരങ്ങേറും. വികാരി ഫാദർ റാഫി തട്ടിൽ, ട്രസ്റ്റിമാരായ തോമസ്, ഫ്രാൻസിസ്, CV ഫ്രാൻസിസ്, ജനറൽ കൺവീനർ ആബിറ്റ് ബിജു എന്നിവർ നേതൃത്വം നൽകി. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.